വിശദമായി നോക്കാം. പാലക്കാട് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ കസ്റ്റഡിയിലെടുത്ത ദിവസത്തെ സംഘർഷത്തിൽ CPM പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിലാണ് പ്രതിഷേധം. ഐസത്തുൽ ഷംന ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷംന, അവിടുത്തെ സാഹചര്യം എന്താണ്? വലിയ പ്രതിഷേധമാണോ? എന്താണ് സാഹചര്യം? ഭവ്യ, പ്രതിഷേധം ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ പാലക്കാട് നെന്മാറയിൽ ഈ പ്രതിയെ പിടികൂടിയ സമയത്ത് വലിയ രീതിയിൽ ഈ ജനം പോലീസ് സ്റ്റേഷനിൽ അടക്കം പ്രതിഷേധ പ്രകടനവുമായി എത്തിയിരുന്നു. ജനരോഷം അവിടെ കൃത്യമായി പ്രകടമായിരുന്നു. ഇതിൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം ചുമത്തി പോലീസ് കേസ് എടുത്തിരുന്നു. കണ്ടാൽ അറിയാവുന്ന 14 പേർക്ക് എതിരെയാണ് ആദ്യഘട്ടത്തിൽ കേസെടുത്തത്. ഇതിൽ 2 പേരെയാണ് ഇപ്പോൾ അറസ്റ്റിലെടുത്തത്. ഇതിൽ ഒരു കോൺഗ്രസുകാരനെയും ഒരു CPM പ്രവർത്തകനെയുമാണ് പോലീസ് പിടികൂടിയത്. എന്നാൽ ഇതിൽ കോൺഗ്രസുകാരെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ഈ CPM പ്രവർത്തകരെ മനഃപൂർവ്വം വീട് വളഞ്ഞ് പിടിക്കുന്നു, പോലീസ് CPMനെതിരെ തിരിയുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ആളുകൾ പ്രതിഷേധിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകനെ പിടികൂടാതെ CPM പ്രവർത്തകനായ ഷിബുവിനെയാണ് പോലീസ് പിടികൂടിയത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. പോലീസിന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് കൊല്ലങ്കോട് CPM ഏരിയ സെക്രട്ടറി K. പ്രേമൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രതിക്കെതിരെയും അല്ലെങ്കിൽ പോലീസിനെതിരെയും ഒക്കെ വലിയ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രോഷപ്രകടനങ്ങൾ ഉണ്ടായതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കൽ അടക്കം ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ ഉള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത്. എന്നാൽ അതിൽ ആദ്യഘട്ടത്തിൽ 14 പേർക്കെതിരെ കേസെടുത്തപ്പോൾ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. കാരണം പ്രതിയെയാണ് ഈ പോലീസ് സംരക്ഷിക്കാൻ നോക്കുന്നത്, ഒപ്പം നിൽക്കുന്ന ജനങ്ങളെയല്ല എന്ന തരത്തിൽ പോലീസിനെതിരെ വലിയ രോഷമുണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ 2 പേരെ അറസ്റ്റിൽ എടുത്തപ്പോൾ ഇത് കോൺഗ്രസുകാരെ അല്ലെങ്കിൽ ഇതിലൊരു ഈ പ്രതിയെയും അല്ലെങ്കിൽ നാടിന്റെ ഒരു പ്രശ്നത്തെ അതിനപ്പുറത്തേക്ക് ഇത് രാഷ്ട്രീയപരമായി കൂടി ഈ വിഷയം നീങ്ങുകയാണ്. കോൺഗ്രസുകാരെ രക്ഷിച്ചുകൊണ്ട് CPMനെതിരെ പോലീസ് തിരിയുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഭവ്യ, ഐസത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC ഒരു വിഭാഗം ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കും. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? പണിമുടക്ക് ആരംഭിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ശമ്പളം കൃത്യസമയത്ത് നൽകാൻ കഴിയാത്തതിനെതിരെ പ്രതിഷേധവുമായി ഈ CMD ഓഫീസ് ഉപരോധിക്കുന്ന തരത്തിലുള്ള സമരവുമായൊക്കെ TDF രംഗത്തുണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് രാത്രി മുതൽ പണിമുടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് TDF എത്തിയിരിക്കുന്നത്. പക്ഷേ അതിനെ ശക്തമായി തന്നെ നേരിടാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിയന്തര വൈദ്യ സഹായം തേടേണ്ട സാഹചര്യവും ഒഴികെ മറ്റോ ആർക്കും ലീവ് നൽകരുത് എന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ TDF ഇപ്പോഴും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. CMDയുടെ നേതൃത്വത്തിൽ ഈ സമരം പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് TDFന്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളിൽ ഒരു ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് മാറില്ല എന്ന ഉറപ്പിലാണ് TDF ഉള്ളത്. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, 31% DA കുടിശ്ശിക അനുവദിക്കുക, ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കാര കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായി TDF മുമ്പോട്ട് വെക്കുന്നത്. അതോടൊപ്പം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മാസം പകുതി പിന്നിട്ട് കഴിഞ്ഞാണ് പല മാസങ്ങളിലും ശമ്പളം ലഭിക്കുന്നതെന്നാണ് അവരുടെ പരാതി. ഈ കാര്യത്തെ അടക്കം കൃത്യമായ ഒരു ഉറപ്പ് ലഭിക്കുന്നവരെ സമരവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് TDFന്റെ തീരുമാനം. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് വീണ്ടും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. ഒരു ബസ് മറ്റൊരു ബസ്സിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയി. ചക്കുവള്ളി ഭരണിക്കാവ് റോഡിൽ തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് സംഭവം. ഒരേ ദിശയിൽ വരികയായിരുന്ന കൊമോസ്, ശ്രീ പൗർണമി എന്നീ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലായിരുന്നു മത്സരയോട്ടം നടത്തിയത്. ഗതാഗതം തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ ഇടപെട്ടു. ഇടിച്ച ബസ് നിർത്താതെ പോയി. ഇതോടെ യാത്രക്കാരെ മറ്റൊരു വാഹനത്തിൽ കയറ്റി വിടുകയായിരുന്നു. പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. അത്യുഷ്ണത്തിന്റെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് കോട്ടയം. മഴ മാറി നിന്നതോടെ കോട്ടയത്തിന്റെ കിഴക്കൻ മേഖല വരൾച്ചയുടെ പിടിയിലായി. ഫെബ്രുവരിയുടെ തുടക്കം തന്നെ നദികൾ വറ്റുവരേണ്ട അവസ്ഥയിലാണ്. ഞാൻ ഇപ്പോൾ ഈ ഇരിക്കുന്നത് ഒരു പുഴയുടെ നടുവിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം എന്നില്ല. ഈ ക്യാമറ ചില കാഴ്ചകൾ കാട്ടിത്തരും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും.
പ്രളയകാലത്ത് കലിതുള്ളി ഒഴുകിയ പുഴയാണ് മണിമലയാർ. ഇന്നത് ആറല്ല, കാടാണ്, ഇലകരിഞ്ഞ കാട്. മാർച്ചിലെത്തുന്ന വരൾച്ച ഇത്തവണ 1 മാസം മുന്നെയാണ്. കുടിവെള്ളത്തിനായി പുഴയെ ആശ്രയിച്ചിരുന്നവർ മറുവഴികൾ തേടി. അയ്യോ, കുടിവെള്ളമാണ്. നമുക്ക് വെള്ളമില്ലാതെ ഞങ്ങൾ പാടുപെടുക. പിന്നെ വെച്ചാൽ ഇടയ്ക്ക് വണ്ടിക്ക് ഒരു വെള്ളം കൊണ്ട് തരും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു. മണിമലയാറിലെ മാത്രം കാഴ്ചയല്ല ഇത്. കൈവഴിയായ പുല്ലകയാർ, കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നേർത്ത അരുവിയായി പ്രളയത്തിൽ ഒഴുകിവന്ന ഉരുളൻ കല്ലുകൾക്കിടയിൽ ജീവജലത്തിന്റെ നീരുറവ. വേനൽ മഴ എത്തിയില്ലെങ്കിൽ ഇത്തവണ വരൾച്ചാ ദുരിതം കൂടുമെന്ന സൂചനയാണ് പുഴകൾ നൽകുന്നത്. തടയിണകൾ ഉള്ളിടത്ത് മാത്രമാണ് ജനങ്ങൾക്ക് ആശ്വാസം. പ്രളയത്തിൽ മനുഷ്യന് ഭീതി പകർത്തിയ പുഴയാണിത്. പിന്നീട് ജീവജലം നൽകി. ഇപ്പോൾ ജീവനു വേണ്ടി കേഴുകയാണ്. മുണ്ടക്കയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കനാലുകൾ കാട് മൂടി അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് പരാതി. ശുചീകരിക്കാത്ത കനാലിലൂടെയാണ് വെള്ളം തുറന്നുവിടുന്നത്. വാഹനയാത്രയും ഭീഷണിയിലാണ്. ചൂട് കഠിനമായാൽ കൊല്ലം, പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ ഒരു പരിധിവരെ ആശ്രയിക്കുന്നത് തെന്മല ഇറിഗേഷൻ പ്രോജക്റ്റിൽ നിന്ന് ആരംഭിക്കുന്ന ഇടതു വലതുകര കനാലുകളെയാണ്. കനാലുകളുടെ ഇരുകരയിലെയും കാടുവെട്ടി ശുചീകരിച്ച ശേഷമാണ് ജലം ഒഴുക്കിവിടാറ്. അതിന് ജലസേചന വകുപ്പിന്റെ ഫണ്ട് മുൻപ് ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഓരോ ഗ്രാമപഞ്ചായത്തും അവരവരുടെ പരിധിയിലൂടെ കടന്നുപോകുന്ന കനാലിനെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് ശുചീകരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് കനാൽ ശുചീകരണത്തിന് ഉപയോഗിക്കേണ്ട എന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. അതോടെ ശുചീകരണ പരിപാടികൾ നിലച്ചു. ശുചീകരിക്കാത്ത കനാലിലൂടെയാണ് ഇപ്പോൾ വെള്ളം തുറന്നുവിടുന്നത്. ഇത് കനാലുകളുടെ ബലക്ഷയത്തിന് കാരണമാകും. കൂടാതെ കാട് മൂടിക്കിടക്കുന്ന കനാലിൽ വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട്. കാട് മൂടപ്പെട്ട അവസ്ഥയിലാണ് ഈ കനാലുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി. റോഡ് ഏതാ കനാൽ ഏതാ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ നാട്ടിലുള്ള ആളുകൾ വാഹനങ്ങളുമായി വരുമ്പോൾ ഈ കനാലിലേക്ക് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ മനുഷ്യ ജീവനുകൾ കനാലിലേക്ക് അപകടത്തിൽപ്പെട്ടാൽ ആ ജീവൻ രക്ഷിക്കുന്നതിന് പോലും തടസ്സമാകുന്നത് ഈ കാട് വലിയ തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. ഏറെ വരുമാനമുള്ള വനം വകുപ്പിന് വേണ്ടി കാട് തെളിക്കുന്നതിനും സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങൾ ശുചീകരിക്കുന്നതിനുമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഇപ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാണ് ആരോപണം. ഫണ്ട് ദീർഘവീക്ഷണമില്ലാതെ ഇങ്ങനെ ചിലവഴിക്കുന്നത് മാറ്റി ഇത്തരം വകുപ്പുകളെ കൂടി സഹായിക്കുന്ന നിലയിലേക്ക് പദ്ധതി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 പുനലൂർ. കാസർഗോഡ് തൃക്കരിപ്പൂർ കൊയവുങ്കരയിലെ ആലപ്പള്ളിക്കുളത്തിന് ഹരിത കേരളം പദ്ധതിയിൽ പുനർജന്മം. 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെറുകിട ജലസേചന വകുപ്പ് കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ആലപ്പള്ളിക്കുളം സർക്കാരിന്റെ ഹരിത കേരളം നീർത്തടാധിഷ്ഠിത വികസന പദ്ധതിയിലാണ് പുനർനിർമ്മിച്ചത്. 50 വർഷത്തോളം പഴക്കമുള്ള കാട് മൂടിക്കിടന്നിരുന്ന കുളം വൃത്തിയാക്കി ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് 20 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലുമായാണ് പുനർനിർമ്മാണം നടത്തിയത്. പ്രദേശത്തിന്റെ കാർഷിക അഭിവൃദ്ധിക്ക് കുളം പ്രയോജനപ്പെടുത്താനാകും. ജലസേചനത്തിനൊപ്പം നാട്ടുകാർക്ക് വിനോദത്തിനും ഉപകരിക്കും വിധമാണ് നവീകരണം നടത്തിയിട്ടുള്ളത്. ജനങ്ങൾക്ക് പൊതു ഇടമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുളത്തിന്റെ അടിഭാഗം കരിങ്കല്ല് ഉപയോഗിച്ചും കോൺക്രീറ്റ് ബെൽറ്റ് നിർമ്മിച്ചും മേൽഭാഗം ചെങ്കല്ല് ഉപയോഗിച്ചുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 12,000-ഓളം ലാറ്ററൈറ്റ് കല്ലുകളും അതുപോലെ തന്നെ 221 ക്യൂബിക് മീറ്ററോളം കരിങ്കല്ലുകളും ഉപയോഗിച്ചാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടുകാർക്ക്, കുട്ടികൾക്കും വിനോദത്തിനും അതുപോലെ തന്നെ നീന്തൽ പരിശീലനത്തിനും ഉപയോഗിക്കാൻ ഉതകുന്ന വിധത്തിൽ 4 ഭാഗത്തും വളരെ മനോഹരമായ പടവുകളോടുകൂടിയാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചനത്തിന് ആവശ്യമായ പമ്പ് ഹൌസും പണിതിട്ടുണ്ട്. 52 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച പദ്ധതി 30 ലക്ഷത്തിനാണ് പൂർത്തീകരിച്ചത്. എം രാജഗോപാലൻ MLA-യും മറ്റ് ജനപ്രതിനിധികളും കുളം സന്ദർശിച്ച് പ്രവൃത്തി വിലയിരുത്തി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. സംസ്ഥാന സർക്കാർ നടത്തുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സമഗ്ര കാർഷിക വികസനം ലക്ഷ്യം വെക്കുന്ന പദ്ധതി ആദ്യഘട്ടത്തിൽ 107 പഞ്ചായത്തുകളിലാണ് നടപ്പിലാക്കുക. കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനൊപ്പം കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക,
കർഷകരുടെ വരുമാന വർധനവ് ഉറപ്പാക്കുക എന്നിവയാണ് കൃഷി സമൃദ്ധിയുടെ ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ VK കടവ് ലൂസയിൽ പാലസിന് സമീപം നടന്നു. നാടിന്റെ സമഗ്ര കാർഷിക വികസനമാണ് പരിശുദ്ധ സമൃദ്ധി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. ഒരു നാടിന്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാവാൻ പോകുന്നത്. തൃത്താല ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 107 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൃഷിയിലൂടെ പ്രാദേശിക സാമ്പത്തിക വികസനം സാധ്യമാക്കുന്നതിന് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി കൃഷിഭവൻ തലത്തിൽ രൂപീകരിച്ച കൃഷിക്കൂട്ടങ്ങളിലൂടെയാകും പ്രാഥമിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. സംസ്ഥാനത്തെ കാർഷിക പ്രാധാന്യമുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് 3 ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് 18 തൃത്താല. തൃത്താല വെള്ളിയാങ്കല്ല് പാലത്തിലെ ലൈറ്റുകൾ അണഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും നടപടികളില്ല. വൈദ്യുതി കുടിശ്ശികയായതോടെ KSEB കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. തുടർന്നാണ് പാലം ഇരുട്ടിലായത്. ഇതോടെ ജനങ്ങൾ ദുരിതത്തിലാണ്. ഇരുട്ട് വീണാൽ വെള്ളിയാങ്കല്ല് പാലം കടക്കണമെങ്കിൽ കാൽനടയാത്രക്കാർക്ക് വാഹനങ്ങളുടെ ലൈറ്റിനെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. ജില്ലയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തൃത്താല വെള്ളിയാങ്കല്ല് പ്രദേശമാണ് തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കാത്തതിനാൽ ഇരുട്ടിലായത്. 2 മാസത്തെ വൈദ്യുതി കുടിശ്ശിക വന്നതോടെ KSEB കണക്ഷൻ വിച്ഛേദിച്ചതോടെയാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ലൈറ്റുകൾ അണഞ്ഞത്. 1 മാസം പിന്നിട്ടിട്ടും കുടിശ്ശിക തീർക്കാൻ നടപടിയെടുക്കാത്തതിനാൽ വെള്ളിയാങ്കല്ല് പാലം പൂർണ്ണമായി ഇരുട്ടിലാണ്. ലൈറ്റുകൾ ഇല്ലാത്തതിനാൽ അപകട ഭീഷണിയും ഏറെയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. 13,000 രൂപയാണ് കുടിശ്ശികയായി KSEBക്ക് നൽകാനുള്ളത്. ലൈറ്റ് പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ പ്രധാനമായിട്ട് പാലത്തുമ്പോൾ ലൈറ്റ് ഇല്ല. ഈ ലൈറ്റ് ഇല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് വരുന്ന വണ്ടികൾക്കും ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ പാർക്കിന്റെ ഫ്രണ്ട് അതിൽ ഒറ്റ ലൈറ്റും നടത്തണില്ല. അത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടാ ഞങ്ങൾ എന്താ ചെയ്യാന്ന് അവർ പറഞ്ഞു. തുക ഉടൻ ലഭ്യമാക്കുമെന്നും അതുവരെ വൈദ്യുതി വിച്ഛേദിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി KSEBക്ക് വകുപ്പ് അധികൃതർ കത്ത് നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. തൃത്താലയിലെ ടൂറിസം കേന്ദ്രമായ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലേക്ക് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് പ്രതിദിനം സന്ദർശനത്തിന് എത്തുന്നത്. പാലത്തിൽ അസ്തമയം കാണാൻ നിരവധി പേർ എത്തിയിരുന്ന ഇവിടെ ഇപ്പോൾ സന്ദർശകരുടെ വലിയ കുറവും അനുഭവപ്പെടുന്നുണ്ട്. ന്യൂസ് 18 തൃത്താല. കാസർഗോഡ് തൃക്കരിപ്പൂർ ഉളവറയിൽ മരമില്ലിന് തീപിടിച്ച് വൻ നാശനഷ്ടം. രാത്രി 12:30യോടുകൂടിയാണ് അഗ്നിബാധയുണ്ടായത്. തൃക്കരിപ്പൂർ, പയ്യന്നൂർ, പെരിങ്ങോം, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നായി 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇവിടെ വലിയ തോതിൽ മര ഉരുപ്പിടികൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും തീ ഈ ഭാഗത്തേക്ക് വ്യാപിക്കാതെ തടയാനായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തിരുവനന്തപുരം ആര്യനാട് മീനാങ്കലിൽ ക്ഷേത്രത്തിലും വീട്ടിലും മോഷണം. ശ്രീ കരുങ്കാളി ദേവി ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയും ശ്രീകോവിലിനുള്ളിലെ പൂട്ടും തകർത്തായിരുന്നു മോഷണം. CPI സംസ്ഥാന കൌൺസിൽ അംഗം മീനാങ്കൽ കുമാറിന്റെ വീട്ടിലും മോഷണം നടന്നു. അലമാരയും മേശയും കുത്തി തുറന്ന് ഇവിടെ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും കവർന്നു. ആര്യനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം ചടയമംഗലത്ത് കിണറ്റിലെ മോട്ടോർ മോഷ്ടിച്ച് വിറ്റയാളെ പിടികൂടി. അഞ്ചൽ കോമളം സ്വദേശി ഷിജുവാണ് പിടിയിലായത്. അയ്യൂരിലെ വ്യാപാരി ആരിഫിന്റെ വീട്ടിലെ മോട്ടോറാണ് ഇയാൾ മോഷ്ടിച്ചത്. അയ്യൂർ, അഗമൺ ഭാഗങ്ങളിൽ സമാനമായ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കേസിൽ ഒരാളെ കൂടി ഉൾപ്പെട്ടിട്ടുള്ളതായി ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് പറയുന്നു. കാസർഗോഡ് ചെറുവത്തൂരിൽ 4 കിലോ മുക്കുപണ്ടവുമായി 3 പേർ പിടിയിൽ. മണ്ണ് കുഴിക്കുമ്പോൾ കിട്ടിയ നിധി എന്ന് പറഞ്ഞ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം പിടിയിലായത്. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ സംഘം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചെമ്പിന് മുകളിൽ സ്വർണം പൂശിയ ആഭരണങ്ങളാണ് സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്നത്. 4 കിലോ മുക്കുപണ്ടമാണ് പിടിച്ചത്. കർണാടക മാണ്ഡ്യ സ്വദേശികളായ ധർമ്മ, ശ്യാംലാൽ എന്നിവരാണ് പിടിയിലായത്. ശ്യാംലാലിന്റെ ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക വീട്ടിൽ താമസിക്കുന്ന ഇവർ പൂക്കച്ചവടക്കാരാണ്.
മണ്ണ് കുഴിക്കുമ്പോൾ കിട്ടിയ നിധി എന്ന് പറഞ്ഞാണ് ഇവർ മുക്കുപണ്ടം വിൽക്കാൻ ശ്രമിച്ചത്. ബാഗിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആഭരണങ്ങൾ. സംഘം സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കുട്ടികളിലെ സർഗവൈഭവം ലക്ഷ്യമിട്ടുള്ള മേളനം സഹവാസ ക്യാമ്പ് കൗതുകമായി. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. KM കലൈശെൽവിയുടെ നേതൃത്വത്തിലാണ് ഗോത്രകലകളെക്കുറിച്ചുള്ള ശില്പശാല നടക്കുന്നത്. ആടിയും പാടിയും താളത്തിൽ തുള്ളിയും ശില്പശാല കുട്ടികൾക്ക് ആവേശമായി. ഇതോടൊപ്പം പരമേശ്വരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാവനാടകവും വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. ലിറ്റിൽ ആർ തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിജേഷ് നാടകം വിഷയമാക്കി കുട്ടികൾക്ക് പരിശീലനം നൽകി. സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഉള്ള സെക്ഷനുകളാണ് ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂളിലെ 4, 5, 6, 7 ക്ലാസ്സുകളിലെ ഏതാണ്ട് 130ഓളം വരുന്ന കുട്ടികൾ ഈ ക്യാമ്പിന്റെ ഉപഭോക്താക്കളാണ്. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് സ്കൂളിന്റെ മേൽനോട്ടത്തിൽ നടത്തി വരാറുള്ള ഈ ക്യാമ്പ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് സാമൂഹ്യ ജീവിതത്തിന് പറ്റിയ രീതിയിൽ തങ്ങളെ സ്വയം ചിട്ടപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മാപ്പിളകല, കരകൗശലം, വ്യായാമശീലങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ നടന്നു. 130ഓളം വിദ്യാർത്ഥികളാണ് മേളനം സഹവാസ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. സോഷ്യൽ മീഡിയയിൽ വൈറലായി വടകര മയ്യന്നൂർ MCM സ്കൂളിലെ 2ാം ക്ലാസ്സുകാരി. നിഷ്കളങ്കമായ വാക്കുകളോടെ പ്രത്യക്ഷപ്പെട്ട ഇഷാൻവിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഇഷാൻവിക്കെതിരെ അദ്നാൻ എന്ന വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ടോ എന്നറിയാനായി അധ്യാപകനോട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങളോളം ആളുകൾ കണ്ടത്. ചോദ്യം കേട്ടു നിൽക്കുന്ന അധ്യാപകൻ തന്നെയാണ് സംഭവത്തിന്റെ വീഡിയോയും എടുത്തിട്ടുള്ളത്. ആരാണ് പരാതി നൽകാൻ സാധ്യതയെന്ന് അധ്യാപകൻ ചോദിക്കുമ്പോൾ അദ്നാനാകുമെന്നാണ് ഇഷാൻവി മറുപടി പറഞ്ഞത്. തുടർന്ന് നിഷ്കളങ്കതയോടെ നടക്കുന്ന സംഭാഷണത്തിന്റെ വീഡിയോയാണ് അധ്യാപകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതല്ല, എന്നെപ്പറ്റി ആരാ കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞാരാ? എന്നെപ്പറ്റി എന്നാ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവുക? അടിച്ചിക്കാ? എന്തിന്? എന്റെ കാലം കസൽട്ടാ? ഇപ്പൊ ഇങ്ങളോടാ എമ്മ കൂടെ കംപ്ലൈന്റ് കിട്ടിയില്ല. കംപ്ലൈന്റ് വരുമോ? സംഭവത്തിന് ശേഷം ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്. കൊച്ചുമിടുക്കിയുടെ ആത്മവിശ്വാസത്തോടെയുള്ള സംഭാഷണത്തിനാണ് സോഷ്യൽ മീഡിയയിൽ കയ്യടികൾ നിറയുന്നത്. ന്യൂസ് 18 വടകര. തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണം ആരംഭിച്ചു. മിഹിറിന്റെ മാതാപിതാക്കളും സ്കൂൾ അധികൃതരും തെളിവെടുപ്പിനായി എറണാകുളത്തെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഹാജരായി. മിഹിർ മുൻപ് പഠിച്ചിരുന്ന ജെംസ് മോഡേൺ അക്കാദമി സ്കൂൾ അധികൃതരും തെളിവെടുപ്പിൽ ഹാജരായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ S. ഷാജഹാനാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. മെഹറിന്റെ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സ്കൂൾ അധികൃതർക്ക് സംഭവത്തിലുള്ള വിശദീകരണം തേടിയത്. അതേസമയം മിഹിർ 3 മാസം മുമ്പ് പഠിച്ചിരുന്ന ജെംസ് മോഡേൺ അക്കാദമി സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ അന്വേഷണ വിധേയമായി സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. മിഹിറിന്റെ മരണം സഹപാഠികളുടെ റാഗിംഗിൽ മനം നൊന്താണെന്ന് ആരോപിച്ച് കുടുംബം പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷണം നടത്തുന്നത്. DGPയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച 10 അംഗ അന്വേഷണ സംഘവും നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ ദിവസം സ്കൂൾ അധികൃതരെ ഇവർ ചോദ്യം ചെയ്തിരുന്നു. മിഹിറിനുണ്ടായ ദുരവസ്ഥ ഒരു കുട്ടിക്കും ഉണ്ടാകരുതെന്നും മരണത്തിന് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടണമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ചു. കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് മിഹിർ ആത്മഹത്യ ചെയ്യുന്നത്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം കുറുപ്പംപടി വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം പാറമ്പുഴ സ്വദേശിനി അനീറ്റ ബിനോയാണ് മരിച്ചത്. 3ാം വർഷ BBA വിദ്യാർത്ഥിനിയാണ്. ഹോസ്റ്റൽ മുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിലാണ് രാവിലെ 7 മണിയോടെ മൃതദേഹം കണ്ടത്. കുറുപ്പംപടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്ത് തട്ടുകടയിലെ സംഘർഷം പരിഹരിക്കാൻ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമിയുടെ ചവിട്ടേറ്റ് മരിച്ചു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മാന്നൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കോട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി 1 മണിയോടെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ തട്ടുകടയിലാണ് സംഘർഷമുണ്ടായത്. ഈ സമയം അവിടെ എത്തിയ ശ്യാം പ്രസാദിനോട് കടക്കാരൻ സഹായം തേടി.
ഇതിലിടപെടുമ്പോഴാണ് അക്രമിയായ ജിബിൻ ജോർജ് ശ്യാമിനെതിരെ തിരിഞ്ഞത്. ജിബിന്റെ അടിയേറ്റ് നിലത്ത് വീണ ശ്യാമിന്റെ നെഞ്ചിൽ പലതവണ ചവിട്ടി. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. തൊട്ടുപിന്നാലെ സംഭവസ്ഥലത്തെത്തിയ പോലീസ് പെട്രോളിംഗ് സംഘം ജിബിനെ ഓടിച്ചിട്ട് പിടികൂടി. ഇയാളെ പിടികൂടി മടങ്ങിയെത്തുമ്പോഴാണ് ശ്യാമിനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അച്ഛനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പെരുമ്പായിക്കാട് സ്വദേശിയായ ജിബിൻ ജോർജ്. മാഞ്ഞൂർ സ്വദേശിയായ ശ്യാം പ്രസാദ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. ഭാര്യയും 3 മക്കളുമുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇടുക്കി മൂലമറ്റത്ത് പായയിൽ പൊതിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ്. മേലുകാവ് സ്വദേശി സാജൻ സാമുവലാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്നലെ രാവിലെയാണ് മൂലമറ്റം തേക്കിൻകൂപ്പിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടത് കുപ്രസിദ്ധ ഗുണ്ടയും കൊലക്കേസ് പ്രതിയുമായ മേലുകാവ് സ്വദേശി സാജൻ സാമുവലാണെന്ന് തിരിച്ചറിഞ്ഞത്. 2 ദിവസത്തിലേറെ പഴക്കമുണ്ടായിരുന്ന മൃതദേഹത്തിൽ നിന്ന് ഇടത് കൈ വെട്ടിയെടുത്തിരുന്നു. ശരീരത്തിൽ നിറയെ മുറിവുകളും ഉണ്ടായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ മൂലമറ്റം സ്വദേശികളായ 7 സംഘമെന്നാണ് സൂചന. ഇതിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. മൃതദേഹം തേക്കിൻകൂപ്പിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. കഴിഞ്ഞ 30 രാത്രി 10ഓടെ എരുമാപ്രയിൽ നിന്ന് കേടായ പന്നിമാംസമെന്ന് പറഞ്ഞ് പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം 25 കിലോമീറ്റർ അകലെയുള്ള തേക്കിൻകൂപ്പിലെ ട്രാൻസ്ഫോമറിന് സമീപം ഇറക്കിയത്. സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ വിവരം പിതാവിനോട് പറഞ്ഞു. പിതാവ് കാഞ്ഞാർ SI ബൈജു പി ബാബുവിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മുൻവൈരാഗ്യമാണോ കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷിച്ചു വരികയാണ്. നേരത്തെ കൊലക്കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സാജൻ സാമുവൽ. ന്യൂസ് 18 ഇടുക്കി. മറൈൻ ഡ്രൈവിന്റെ വഴിയോരത്ത് പുല്ലാങ്കുഴലുമായി ഒരാളിരിപ്പുണ്ട്. പ്രകാശേട്ടൻ. ചെവി കൊടുക്കുന്ന ആരെയും അമ്പരപ്പിക്കും ഈ കലാകാരൻ. നമുക്ക് പ്രകാശേട്ടനെ പരിചയപ്പെടാം. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവും കാണാം. നമസ്കാരം. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ എത്തുന്നവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. പ്രകാശേട്ടൻ അദ്ദേഹം തന്റെ ജീവിത മാർഗമായിട്ട്, തന്റെ ഉപജീവന മാർഗമായിട്ടാണ് സംഗീതത്തെ കാണുന്നത്. അദ്ദേഹം ഈ ഓടക്കുള്ളിലൂടെ നിരവധി ഗാനങ്ങളാണ് ആലപിക്കുന്നത്. ഇവിടെ ഒരു സംഗീത വിരുന്ന് തന്നെയാണ് അദ്ദേഹം എല്ലാ ദിവസവും ഒരുക്കുന്നത്. ചേട്ടന്റെ വീട് എവിടെയാ? എൻ്റെ വീട് തൃശ്ശൂർ. എൻ്റെ പേര് പ്രകാശൻ. തൃശ്ശൂർ ജില്ലയിലെ പോന്നൂര് എന്ന് പറയുമ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കുന്നോളം പോണ വഴിയിൽ കൈപ്പുറമ്പ് എന്ന സെൻ്ററുണ്ട്. അവിടുന്ന് 2 കിലോമീറ്റർ അടുത്താണ് പോന്നൂര്. ചെറിയൊരു ഗ്രാമമാണ്. മറൈൻ ഡ്രൈവിന്റെ വൈകുന്നേരങ്ങൾ ഈ പുല്ലാങ്കുഴൽ ഇണങ്ങളാൽ മുഖരിതമാണ്. തൃശൂർ പൊന്നൂർ സ്വദേശിയായ പ്രകാശേട്ടൻ എല്ലാ ദിവസവും ഇവിടെ എത്തും. ലോട്ടറി ബിസിനസ്സായിരുന്നു പ്രകാശന്റെ പ്രധാന ഉപജീവന മാർഗം. കോവിഡ് ചതിച്ചതോടെയാണ് പണ്ട് പഠിച്ചു മറന്ന സംഗീതം പൊടിതട്ടിയെടുത്തത്. നമുക്ക് ഈ കൊറോണ കാലം അതിനോടനുബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നൊരു തൊഴിൽ വലിയ ബാധ്യതയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം ഉപേക്ഷിച്ചപ്പോൾ നാടടക്കം ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറേ നല്ല നല്ല അനുഭവങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് ഈ ഫ്ലൂട്ടിന്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. റാസാൻ ബീഗത്തിന്റെ ഓമലാളെ നിന്നെയോർത്ത് അതിമനോഹരമായാണ് പ്രകാശൻ പാടുന്നത്. കണ്ടതില്ല നിന്നെ മാത്രം കടലു നീ എന്നറിയുവോളം, കടലു നീ എന്നറിയുവോളം, ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചിമുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. ആരും അറിയാതെ ഇങ്ങനെ
ഒരരികിൽ കൂടി കടന്നുപോയി കാലം കഴിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് നമുക്ക് ചുറ്റും. ഒരു കൈ പിടിച്ചുയർത്താനുണ്ടായാൽ ഒരുപക്ഷെ അവർ ലോക നിലവാരത്തിലേക്ക് ഉയർന്നേക്കാം. ആ വിരൽത്തുമ്പ് കാത്തിരിക്കുകയാണ് പ്രകാശേട്ടൻ. കയ്യിലുള്ള ഒരു കല കൊണ്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷിപ്പിക്കാണല്ലോ പ്രകാശേട്ടൻ. എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് അത്? എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ്, സജീവ് എന്ന പേര്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പക്ഷേ ചെറിയ വാക്കാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്നൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രകാശേട്ടനെ ഇവിടെ എന്നും വരണം, ഇവിടെ വന്ന് വായിക്കണം. പ്രകാശേട്ടനെ ഒരാൾ രക്ഷിക്കാനായിട്ട് ഒരാൾ ഇവിടെ വരും. ആ വരുന്ന നേരത്ത് പ്രകാശേട്ടൻ ഇവിടെ ഇല്ലാതിരിക്കരുത്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് മരണം വരയ്ക്കും, നമുക്ക് നമ്മുടെ ജീവിതം അവസാനം വരയ്ക്കും നമുക്ക് ഇവിടെ വരാനായിട്ടുള്ളൊരു ഇതുണ്ട് പറയണത്, നമുക്ക് പ്രതീക്ഷയുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരാളെ കാത്തിട്ടാണ് സത്യത്തിൽ നമ്മുടെ ഇരിപ്പ് വരും എന്നുള്ള പ്രതീക്ഷയാണ്. കാത്തിരിപ്പിന്റെ പാതയിലാണ് പ്രകാശേട്ടൻ. അതിജീവനമാണെങ്കിൽ കൂടിയും സംഗീതം കൊണ്ട് മാലോകരെ മുഴുവൻ സന്തോഷിപ്പിക്കുകയാണ് അദ്ദേഹം. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.